വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 40-ാം പുസ്തകമാണ്. 7 അധ്യായങ്ങളിലായി വിവരിക്കുന്ന മിഖാ പ്രവാചകന്റെ പുസ്തകം. യേശയ്യാ പ്രവാചകന്റെ സമകാലികനായ മിഖാ പ്രവാചകൻ ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം യഹൂദയുടെയും ഇസ്രായേലിന്റെയും അഴിമതിയും അനീതിയും കുറ്റപ്പെടുത്തി. നേതാക്കളുടെയും പുരോഹിതന്മാരുടെയും സ്വാർത്ഥതയും ജനങ്ങളുടെ വിഗ്രഹാരാധനയും കാരണം ദൈവത്തിന്റെ ന്യായവിധി വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്നാൽ മിഖാ പ്രത്യാശയുടെ സന്ദേശവും നൽകി. ഈശോമിശിഹായുടെ ജനനം ബെത്ലഹേമിൽ നടക്കും. ദൈവം തന്റെ ജനത്തെ വീണ്ടും സമാധാനത്തിലേക്കും നീതിയിലേക്കും നയിക്കുമെന്ന് ഈ പുസ്തകത്തിൽ പ്രവചിക്കുന്നു. മിഖാ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം സമരിയെയും ജെറുസലമിനെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപനമാണ്. പ്രവാചകൻ മിഖാ യോഥാം, ആഹാസ്, ഹെസക്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ചു. ദൈവം തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഭൂമിയുടെ ഉന്നതികളിൽ നടന്നു. പർവ്വതങ്ങൾ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്ന ഭയാനക ദൃശ്യങ്ങൾ വരുന്നു. ഇതെല്ലാം യാക്കോബിന്റെയും ഇസ്രായേലിന്റെയും പാപങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കുമുള്ള ശിക്ഷയാണ്. സമരിയ നഗരം ശൂന്യമായി, വിഗ്രഹങ്ങൾ തകർന്നു. ജെറുസലേമിനും മുന്നറിയിപ്പ് ലഭിക്കുന്നു. പ്രവാചകൻ തന്റെ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ദുഃഖത്തോടെ വിലപിക്കുന്നു. ദൈവം നീതിമാനാണ്. ജനങ്ങളുടെ പാപങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും ശിക്ഷ വരും. എന്നാൽ പ്രവാചകന്റെ വിലാപം ദൈവത്തിന്റെ ഹൃദയത്തിൽ കരുണയും പ്രത്യാശയുമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തന്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. മിഖാ പ്രവാചകൻ 1 അധ്യായം 2-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.